அடல்ட்ஸ் வந்து என்ஜாய் பண்ணுறதுக்கு அவங்களுக்கு ஸ்டே ப்ரோக்ராம் இருக்குது. அப்புறம் சஃபாரி இருக்குது. இங்கே ஒரு வாட்டர் ஃபால்ஸ் இருக்குது. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ നാടുകാണി കേട്ടോ. ചുരം കയറി നാടുകാണി എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ജീൻ പൂൾ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. ഇതൊരു പാർക്കാണ്. മുമ്പ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ജീൻ പൂളിൽ. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സിപ്ലിയൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ. വൺ സൈഡ് 500, ഈ സൈഡ് 500. പിന്നെ വേറെയും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു റേഞ്ചർ സാറ് നമ്മളെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ആളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് മൊത്തം കറങ്ങി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിലമ്പൂരുള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്പോട്ടാണത്. ഇതാണ്, അവിടെയാണ് നമ്മളെ ചെക്ക് പോസ്റ്റ്, നാടുകാണി ചെക്ക് പോസ്റ്റ്. അതിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡിലാണ് ഈ സംഭവം. ഏറിയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. സ്റ്റേ അറ്റ് ഗ്രീൻ പൂൾ, റൈഡ് സഫാരി ടു മുതുമല. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന സംഭവങ്ങൾ കണ്ടുപോകുന്നു. നമുക്കൊരു സഫാരി വരുന്നത് ആ വാട്ടർഫാളിലേക്കാണ്. പിന്നെ നമുക്ക് സിപ്പ് ലൈൻ ഉണ്ട്. പിന്നെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും ഒന്ന് കയറിയിട്ട് കാണാം. എന്തായാലും ഇതാട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇതാട്ടോ 60 രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. ഇതാണ് റേഞ്ച് ഓഫീസ്. അപ്പോൾ ഞങ്ങൾ മേലെ എത്തി. ഇവിടെ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് സംസാരിക്കണം, റേഞ്ചറോട് സംസാരിക്കണം. സംസാരിച്ചതിന് ശേഷമാണ് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യുക മുകളിലോട്ട്. മെയിനായിട്ട് ഇവിടെ ഉള്ളത് എന്തൊക്കെയാ വെച്ചാൽ സിപ്പ് ലൈന്, പിന്നെ ഒരു സഫാരി രാത്രി ഉണ്ട് കേട്ടോ. നൈറ്റ് സഫാരി ഉണ്ട്. നൈറ്റ് നമ്മളിവിടെ നിൽക്കണില്ല, ഞങ്ങൾ വേറെ ദിവസം വന്നിട്ട് ചെയ്യുന്ന കേട്ടോ. പിന്നെ ഉള്ളത് അക്വേറിയം, പിന്നെ കുറേ ഔഷധ ചെടികൾ, പിന്നെ ഈ പറഞ്ഞ പോലെ പാമ്പിനൊക്കെ ഇവരെന്തൊക്കെയോ ആസിഡിലൊക്കെ മുക്കിയിട്ട് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റേക്ക് 2400 രൂപയൊക്കെ വരുന്നതെന്ന് പറഞ്ഞോളൂ. എന്തായാലും കയറുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തൊക്കെയോ അവർ കൊണ്ടുവരുന്നുണ്ട്, അന്ന് നമ്മൾ അറിയിക്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഇനിയും വരുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു സഫാരി ഉണ്ടെന്ന്. ആ സഫാരി പോണ വണ്ടിയാണത് ഇസൂസു. ഇതിലാണ് നമ്മൾ യാത്ര പോവുക ഈ കാട്ടിനുള്ളിൽ കേട്ടോ. നൈറ്റ് ഉണ്ട്, പകലും ഉണ്ട് കേട്ടോ ഈ യാത്ര. അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും, കൊള്ളാം. അത്യാവശ്യം കുറച്ച് പേരൊക്കെ പോകുമെന്ന് തോന്നുന്നു. നമ്മൾ വണ്ടിയുടെ വീഡിയോ എടുക്കാണ്ടപ്പോഴേ അവർ നമുക്കത് ഓപ്പൺ ആക്കി തരാം കേട്ടോ. നമ്മൾ പകൽ യാത്ര ചെയ്യുക എങ്ങനെയാണ്, രാത്രി യാത്ര ചെയ്യുമ്പോൾ ഈ 4x4 ഫുൾ ക്ലോസ് ചെയ്യും. പകലാകുമ്പോൾ ഫുൾ ഓപ്പൺ ആയിട്ട് നമ്മൾ വിഷ്വലൊക്കെ കണ്ടിട്ട് അങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ വണ്ടി കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരുത്തൻ ഗോപ്രോയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. പൊളി യാത്ര കേട്ടോ. നമുക്ക് തമിഴ്നാട് ഫോറസ്റ്റിന്റെ രാജകീയ പദവിയാണ് അല്ലേ? അതെ. തമിഴ്നാട് ഫോറസ്റ്റിന്റെ രാജകീയ പദവി. വെറും നമ്മൾ 2 പേർക്ക് മാത്രമായിട്ടൊരു ജീപ്പ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പരന്നു കിടക്കുന്ന നല്ലൊരു മൈതാനം, അവിടെ ഒരു ടവറുണ്ട്. പിന്നെ ആ ഭാഗത്തായിരിക്കും സിപ്പ് ലൈൻ വന്നിട്ടുള്ളത്. നമ്മളങ്ങനെ വ്യൂ ടവർ എത്തി കേട്ടോ. ഇതാണ് വ്യൂ ടവർ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുവട്ടം മൊത്തം കാണാൻ പറ്റും കേട്ടോ. ഈ വണ്ടിയിലാട്ടോ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ടവർ കാണാൻ വേണ്ടി എത്തി. ഇനി ഈ ടവറിന്റെ മുകളിൽ കയറിയിട്ട് ഇതിന്റെ വിഷ്വലൊക്കെ ഒന്ന് കാണണം. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ നമുക്ക് ഇത് മൊത്തം കാണാം കേട്ടോ. ഇവിടെ മൊത്തം കാണാം. ഇനി അതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ കാണും കേട്ടോ. உங்களோட பேரு? என் பேர் வீரமணி. சார், இங்கே என்னெல்லாம் இருக்கு? இங்கே குழந்தைங்களுக்கு விளையாடுறதுக்கு பார்க் இருக்கு. அப்புறம் ஸ்கூல் ஸ்டூடெண்ட்ஸ் கற்றுக்கிறதுக்கு அவங்களுக்கு அக்வாரியம் இருக்குது, மியூசியம் இருக்குது. அப்புறம் நிறைய பிளான்ட்ஸ், மெடிசினல் பிளான்ட்ஸ் எல்லாமே குழந்தைங்க காலேஜ் ஸ்டூடெண்ட்ஸ் கற்றுக்க இருக்குது. அப்புறம் அடல்ட்ஸ் வந்து என்ஜாய் பண்ணுறதுக்கு அவங்களுக்கு ஸ்டே ப்ரோக்ராம் இருக்குது. அப்புறம் சஃபாரி இருக்குது. இங்கே ஒரு வாட்டர் ஃபால்ஸ் இருக்குது. ஸோ வாட்டர் ஃபால்ஸ்க்கு நம்ம வெஹிக்கலில் கூட்டிகிட்டு போகிறோம். அப்புறம் ஜிப் லைன் இருக்குது. ஸோ ஜிப் லைன் வந்து இப்போ தான் புதுசாக பண்ணியிருக்கோம். ஸோ ஜிப் லைன் இருக்குது. ஸோ இதெல்லாம் இங்கே வந்தாங்கன்னா இருந்துட்டு ஒரு 2 days கூட இங்கேருந்து ஸ்பெண்ட் பண்ணிவிட்டு ஈச் அண்ட் எவ்ரி திங் என்ஜாய் பண்ணிட்டு போகலாம். நமக்கெல்லாம் பார்க்க முடியுமா? நீங்கள் எல்லாமே பார்க்கலாம்.
എല്ലാം பார்க்கறதுக்காக தான் வச்சுருக்கோம், எல்லாமே பார்க்கலாம். ഇതാട്ടോ വീരമണി സാറ് നമുക്ക് ഇവിടെ ഫുൾ സപ്പോർട്ട് ചെയ്തിരാന്ന് പറഞ്ഞു. നമ്മളിവിടെ സ്റ്റേ ചെയ്ത് പോകാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതല്ല. അപ്പം നമ്മളങ്ങനെ ടവറിൻ്റെ മുകളിലേക്ക് പോവാണേ. മേലെ കയറി കഴിഞ്ഞാലേ ഇത് കണ്ട നമുക്ക് സറൗണ്ട് ആയിട്ട് ഈ ഒരു വ്യൂ ആട്ടോ വരുന്നത്. നമ്മളങ്ങനെ ടവറിൽ കയറി അവിടുത്തെ മൊത്തം വ്യൂ കണ്ടിറങ്ങി. ഇനി നമുക്ക് ഇവിടെ റൂംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ റൂംസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. 2400 രൂപയാണ് ഒരാൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ റൂമിന് വരുന്നത്. കപ്പിൾസിന് 2400 രൂപ വരുന്നതെന്ന് പറഞ്ഞാൽ. ഫുഡില്ല. എന്തായാലും നമുക്കൊന്ന് ആ റൂം ഒന്ന് കണ്ടോ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് ഒന്ന് താമസിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കാമല്ലോ. ഈ പാലം കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പാലം കയറി നമ്മൾ വണ്ടി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി കണ്ടാ. വേങ്കര് നമ്മളങ്ങനെ കേറി ഈ ഭാഗത്താട്ടോ കണ്ണോപ്പേ. ഈ ഭാഗത്താണ് അക്വേറിയൊക്കെ ഉള്ളത്. അക്വേറിയവും പിന്നെ അതുപോലെ മെഡിസിൻ പ്ലാന്റേഷൻ ഒക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. പിന്നെ റൂം സൗകര്യവും ഇവിടെയാണ് ഉള്ളത്. അപ്പൊ നമുക്കത് മൊത്തം ഒന്ന് കാണാം. പ്ലാന്റേഷൻ ഒക്കെ ഒന്ന് കാണാം. നമ്മളങ്ങനെ ഈ സ്റ്റേ ചെയ്യുന്ന വീടുകൾ എത്തിയിട്ടോ. 2 അടിപൊളി വീടുകൾ. പിന്നെ ഇവിടെ ഒന്നും കൂടി കേട്ടോ. അപ്പോൾ ഇതിന് 3600 രൂപയാണ് വരുന്നത്. 2400 രൂപയുടെ റൂം വേറെ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ചെറിയൊരു വീട് തന്നെയാണ് കേട്ടോ. ഇത് നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കാണാം. എന്തായാലും കാണാൻ മാരക ലുക്കാണ്. അത് മാത്രം നമ്മളിവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഈ പുറത്തുള്ള വ്യൂ മൊത്തം നമുക്ക് എൻജോയ് ചെയ്യാം. രാത്രി നമുക്കിവിടെ സഫാരി പോവാം. എന്തായാലും നമുക്കിവിടെ അടിപൊളിയായിരിക്കും. എന്തായാലും റൂമൊക്കെ ഒന്ന് കാണാം നമുക്ക്. നമ്മളങ്ങനെ മുകളിൽ കയറി റൂമിൻ്റെ അകത്തോട്ട് പോകാം കേട്ടോ. നമ്മൾ ഇത് കണ്ടോ റൂമ്. ശരി, കൊള്ളാലോ. 3600 രൂപയ്ക്ക് കൊള്ളാം. നമുക്കിവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ബാത്റൂം വരുന്നുണ്ട്. നമ്മളങ്ങനെ ബാൽക്കണി നമുക്ക് നൈറ്റൊക്കെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. இந்த வியூ நல்லா இருக்கு. இந்த வியூ ஆக்சுவலி இது வந்து நாங்க டிபிஜிபி ஸ்கீம்ல கட்டணும் நாங்க. சோ இந்த ரூம் வந்து எதை பேஸ் பண்ணி கட்டணும்னா நாங்க நீல்கிரி பீக்கோட வியூ பேஸ் பண்ணி கட்டணும். சோ நமக்கு முக்ருதி பீக் நீல்கிரி பீக்கோட வியூ டோட்டலா கிடைக்கும். சோ இந்த ஷூட் ரெண்டுமே நீங்க ஸ்டே பண்றப்போ உங்களுக்கு போத் சன்ரைஸ் அண்ட் சன்செட் ரெண்டுமே இந்த ஷூட்ல இருந்து நீங்க பார்க்கலாம். சோ நல்ல லொகேஷன் சூஸ் பண்ணி நம்ம ஆபீசர்ஸ் சொல்லி அந்த மாதிரி நம்ம இந்த இடத்துல கட்டியிருக்கோம். சோ நம்ம இங்க இருந்து பார்க்கையில ரெய்னி சீசன்ல நமக்கு இங்க இருந்து ஒரு 5-6 ஃபால்ஸ் தெரியும். அதுக்கப்புறம் இங்க கீழே நமக்கு பொன்னம்பல ரிவர் இருக்கு. சார் இந்த ரூம் நம்ம எப்படி தான் புக் பண்ணுவேன் சார்? நமக்கு ஸ்பெஷலா ஒரு மொபைல் இருக்கு. அதுல நீங்க கால் பண்ணி கூட புக் பண்ணிக்கலாம். பட் என்டையர் ஜீன்புல் கார்டனை பத்தி நமக்கு வந்து முதுமலை வெப்சைட்ல போட்டிருக்கோம். முதுமலை டைகர் ரிசர்வ் வெப்சைட்ல போட்டிருக்கோம். ஸோ முதுமலை ஃபாரஸ்ட்ல நீங்க சஃபாரி போகணும்னா கூட இங்க இருந்து ஸ்டே பண்ணி அங்க கூட போகலாம். ஸோ இங்க இருந்து வெஹிக்கல்ல கூட்டிட்டு போறதுக்கு கூட நாங்க பேக்கேஜ் வச்சிருக்கோம். ஸோ இங்க நீங்க ஸ்டே பண்றப்போ உங்களுக்கு இங்க இருந்து நம்ம வெஹிக்கல் நீங்க பாத்தீங்க இல்லையா, நம்ம வெஹிக்கல்ல இருந்தே கூட முதுமலை ஃபாரஸ்ட்ல நாம சஃபாரி கூட்டு போகலாம். ஸோ நீங்க பேமெண்ட் இங்க பண்ணிட்டு அங்க போயிட்டு வெயிட் பண்ணணும் மாதிரி அவசியம் இல்லை. ஸோ நீங்கள் ஒன்ஸ் இங்கே ஜீன்புல்குள்ளே வந்துட்டீங்கன்னா வாட் எவர் யூ வாண்ட் டு ஸ்பெண்ட், வாட் எவர் யூ வாண்ட் டு என்ஜாய், அது வந்து நீங்கள் இங்கே இருந்தே பண்ணலாம். പിന്നെ ഈ കിടിലം വ്യൂ പോയിന്റിൽ വന്ന് താമസിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാം. പുറമെ ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ടോ. നിങ്ങൾക്ക് അതിൽ ഫോൺ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ 3600 രൂപയുടെ റൂം നമ്മൾ അവിടെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു 2400 രൂപയ്ക്കും റൂം ഉണ്ടെന്ന്. ആ റൂമാട്ടെ ഇത്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ. നമ്മളിവിടെ എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് സാറുമാരും പിന്നെ ഇത് നിഹാൽ കേട്ടോ. നമുക്ക് ഇതും കൂടി കയറി കാണാം. എക്സ്ട്രാ ബെഡ് എക്സ്ട്രാ ബെഡ് നല്ല നീറ്റ് ബെഡ്. പിന്നെ ഇങ്ങോട്ട് വാഷ്റൂം എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് മാത്രം നമുക്ക് അവിടെ ബാൽക്കണിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ബാൽക്കണി ഇല്ല കേട്ടോ. ഇത് 3000 റൂമാട്ടോ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇവിടെ റൂം അവൈലബിൾ ആണ്. ആ
ഇവിടെ എന്തൊക്കെ മൃഗങ്ങളാ ഉള്ളത്? നമുക്കിവിടെ പാന്തർ ഉണ്ട്, ഇപ്പൊ കണ്ടില്ലേ, ബ്ലാക്ക് പാന്തറും പിന്നെ നമുക്ക് ലെപ്പേർഡ് ഉണ്ട്, പിന്നെ എലിഫന്റ്, സാമ്പാർ ഡിയർ മൂസ്. മാക്സിമം സ്പോട്ട് ചെയ്യണതെല്ലാം ലക്കിലാണ്. നമുക്ക് നൈറ്റ് സഫാരി ഉണ്ട്. നൈറ്റ് സഫാരി 7:30 തൊട്ടാണ് സ്റ്റാർട്ടിങ്. നമുക്ക് നൈറ്റ് 2 PM ഒക്കെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് മോർണിംഗ് വാട്ടർഫോൾ സഫാരീസ് ഉണ്ട്. ഇത് മൃഗങ്ങളെ മേ ബി നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, ലക്ക് ഉണ്ടെങ്കിൽ. മാക്സിമം നമ്മള് ലാസ്റ്റ് വീക്ക് ഒക്കെ പോയപ്പോ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് പാന്തർ, സാമ്പാർ. ഈ മൃഗങ്ങളെ ആക്രമിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം നമ്മളെ സേഫ്റ്റി ഉണ്ട്. നമുക്ക് ഒരു ഗൈഡ് വരും കൂടെ, പിന്നെ ഒരു ഡ്രൈവറും ഉണ്ടാവും. പിന്നെ അതിനുള്ള ക്രാക്കേഴ്സും കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ടാവും. സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരാം. അതെ. ഇവിടെ 2 റൂമുകളാണ് 3000 ഇതിന്റെ പേര് ഹോൺബിൽ ഒരു ബേർഡിന്റെ പേരാട്ടോ, ഹോൺബിൽ. ഇത് പാന്തർ. നമ്മൾ ഇവിടെ റൂം എടുക്കുമ്പോൾ പ്രത്യേകത എന്താ അറിയോ, രാത്രിക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റും. ഒരു കട്ടൻ ചായ കണ്ടെങ്കിൽ നൈസായിരിക്കും കേട്ടോ. ആ വ്യൂവും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല ബ്യൂട്ടി ആയിരിക്കും. ഫോഗ് ഉണ്ടാവും, മേ ബി മൃഗങ്ങളെ കാണാം, ചില്ല് ചെയ്തിരിക്കാം അവിടെ. നമ്മളങ്ങനെ ഇവിടുത്തെ വ്യൂ പോയിന്റും അതുപോലെ ഇവിടുത്തെ റൂം സൗകര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ മ്യൂസിയം, ഇവിടുത്തെ അക്വേറിയം, അതുപോലെ തന്നെ സിപ്പ് ലൈൻ കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.